PSC റാങ്ക് ലിസ്റ്റുകൾ നീട്ടാനുള്ള സർക്കാർ ശുപാർശ PSC അംഗീകരിച്ചു. മെയ് 25-നും ഓഗസ്റ്റ് 31-നും ഇടയിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളാണ് നവംബർ 30 വരെ നീട്ടിയത്. അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അജ്മൽ, ഗുഡ് ആഫ്റ്റർനൂൺ. ഈ PSC ഉദ്യോഗാർത്ഥികൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ. അതിന് ഒരു പരിഹാരമാകുമോ ഈ നവംബർ 30 വരെ ഉള്ള നീട്ടൽ? PSC റാങ്ക് ലിസ്റ്റുകൾ നീട്ടാനുള്ള സർക്കാർ ശുപാർശ PSC അംഗീകരിച്ചു. സർക്കാർ അധികാരത്തിൽ വരും മുമ്പ് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്തരത്തിൽ നിയമനത്തിനുള്ള ലിസ്റ്റുകൾ അത് നീട്ടാനുള്ള കാലയളവ്. അത് വാഗ്ദാനം ഇപ്പോൾ സർക്കാർ ഒരു ശുപാർശ രൂപത്തിൽ PSCക്ക് നൽകുകയും PSC അത് അംഗീകരിക്കുകയും ചെയ്തു. മെയ് 25-നും ഓഗസ്റ്റ് 31-നും ഇടയിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളാണ് നവംബർ 30 വരെ നീട്ടിയിരിക്കുന്നത്. അജ്മൽ ദിറാർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അജ്മൽ, വിവരങ്ങൾ. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ രണ്ടാം മന്ത്രിസഭാ യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നത്. PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ്. 2026 മെയ് 31-നകം കാലാവധി തീരുന്ന എല്ലാ റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി 2026 നവംബർ 30 വരെയാണ് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത്. അന്ന് PSCയോട് ഗവൺമെന്റ് സർക്കാർ ശുപാർശ ചെയ്തിരുന്നുവെങ്കിലും ഇന്നാണ് ആ നിർണായക യോഗം PSC ആസ്ഥാനത്ത് നടന്നത്. ആ യോഗത്തിന് പിന്നാലെ PSC ആസ്ഥാനത്തിൽ നടന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ശുപാർശ അംഗീകരിച്ച് ഏകദേശം 30,000-ൽ പരം വരുന്ന വിദ്യാർത്ഥികൾക്ക് ആശ്വാസം നൽകിക്കൊണ്ടുള്ള തീരുമാനം PSCയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുട്ടിലെഴിഞ്ഞും മുടിമുറിച്ചും പട്ടിണിക്കഞ്ഞി കുടിച്ചുമൊക്കെ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുകയും ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടും അതിൽ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് സമരപ്പന്തലുകളിലെത്തിയ UDF നേതാക്കൾ നൽകിയ പ്രധാന ഉറപ്പ് തങ്ങൾ അധികാരത്തിലെത്തിയാൽ ഈ PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി നൽകുമെന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിയമനങ്ങൾ തീരെ നടന്നിട്ടില്ലായിരുന്നു. ഈ സർക്കാർ സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങൾ, അതോടൊപ്പം തന്നെ കോളേജുകളുടെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലെ നിയമനങ്ങളും ഇത്തരത്തിൽ നടക്കാതെ പോയിട്ടുണ്ടായിരുന്നു. ഒന്നാം റാങ്ക് കിട്ടിയവർക്ക് പോലും നിയമനം കിട്ടാത്ത സാഹചര്യം നിലനിന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ പ്രധാന പ്രഖ്യാപനവും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 289 റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട 30,000-ൽ പരം വരുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്നതുമായ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. 2026 മെയ് 31 വരെയുള്ള നിലവിലെ റാങ്ക് ലിസ്റ്റുകൾക്ക് 2026 നവംബർ 30 വരെ PSC കാലാവധി നീട്ടി നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ക്രിസ്റ്റീന, ശരി. എന്തായാലും 30,000 ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസം പകരുന്ന തീരുമാനമാണിപ്പോൾ PSCയിൽ നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അജ്മൽ ദിറാറാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.